ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന്. ആലക്കോടാണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അപ്പോൾ പോകാനുള്ള റെഡിയാവലാണ്. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഒരുങ്ങാൻ തുടങ്ങി കേട്ടോ. കാരണം ഒരു 5:30 ആകുമ്പോൾ പോയില്ലെങ്കിൽ 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്താനാവില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുങ്ങണമെങ്കിൽ തന്നെ 1 മണിക്കൂർ വേണം. വേറൊന്നുമല്ല, സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല സമയമാവും കേട്ടോ. അതുകൊണ്ട് ഗ്രൂപ്പിൽ ഒരു 4 മണി ഇട്ടാലേ 5:30 ആകുമ്പോഴത്തേനും എല്ലാവരും റെഡിയാവും. എന്തിന്, ഈ പറയുന്ന ഞാൻ തന്നെ ഉദാഹരണം. അങ്ങനെ ഞാനൊക്കെ റെഡിയായിട്ട് സ്മിതേച്ചിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ സ്മിതേച്ചി റെഡി ആയിട്ടുണ്ട്, മണിക്കുട്ടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് മണിക്കുട്ടിയും നീയക്കുട്ടിയും കൂടെ കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് 4 പേര് മാറിയിട്ടുണ്ട്. മാറിയതല്ല, അവരുടെ കുടുംബത്തിൽ 2 മരണമൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ ആ ഒരു കാരണം കൊണ്ട് മാറിയതാട്ടോ. അത് ഈ കളിക്ക് മാത്രമേ, അടുത്ത കളിക്ക് അവരുണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി നിഷേച്ചിൻ്റെ കടയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നിഷേച്ചിനെ കൂട്ടണം കേട്ടോ. അപ്പോൾ ഒരു വണ്ടി ഇതും ഒരു വണ്ടി നമ്മുടെ ചേട്ടായുടെ ഓട്ടോയും ആട്ടോ. 2 വണ്ടി കൂട്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കുന്ന നമ്മുടെ റിയക്കുട്ടീനെയും കൂട്ടിയിട്ടുണ്ട്. ഇതാണ് നുച്ചിയാട് പള്ളി. പോകുന്ന വഴിക്ക് കാണുന്ന കേട്ടോ, പുതിയ പള്ളിയാണ്, നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ പോന്നിട്ടുണ്ട്, അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. പ്രോഗ്രാമൊക്കെ ഉള്ള ദിവസം നല്ല രസമാണ് കേട്ടോ. എല്ലാവരും തിരക്ക് പിടിച്ചുള്ള ഒരുക്കവും ഓട്ടവും പാച്ചിലൊക്കെ, അതൊക്കെ ഒരു നല്ല രസം തന്നെയാണ്. അങ്ങനെ ഏകദേശം ഈ സീസണിലെ പരിപാടികളൊക്കെ തീരാനായിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നല്ല പ്രോഗ്രാം കിട്ടിയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പ്രോഗ്രാം കിട്ടിയായിരുന്നു കേട്ടോ. അല്ല, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം എപ്പോഴാണ് പറഞ്ഞത്? 5:30 അല്ലേ? പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 6 മണിയായി കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഗ്രൂപ്പിലൊരു 4 മണി ഇട്ടാൽ ഒരു 5:30 ആകുമ്പോഴത്തേനും ഞങ്ങൾ റെഡിയാകുമെന്ന്. പക്ഷേ ഇത് 5:30 അല്ല, 6 മണിയായി. എന്നിട്ട് പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. ഈ ആലക്കോട് സൈഡിലോട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ആലക്കോടെന്ന്. ഇന്നാട്ടോ ഞാനിങ്ങോട്ട് വരുന്നത്. എനിക്കിങ്ങോട്ട് വന്നപ്പം എനിക്ക് തോന്നിയത് എന്താണെന്നറിയാം, എൻ്റെ ഇടുക്കി വീടും ആ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു ക്ലൈമറ്റ് കേട്ടോ. ശരിക്കും നല്ലൊരു മാറ്റം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഹൈ റേഞ്ച് പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. പോകുന്ന വഴിക്ക് ഇതാ ഈ പള്ളി കണ്ട്, ഇത് ആലക്കോട് പള്ളിയാണ്. എന്ത് ഭംഗിയാണ് കാണാനല്ലേ, നല്ല രസമുണ്ട് അല്ലേ. അങ്ങനെ ഞങ്ങൾ ആലക്കോട് ടൗണിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പം സ്ഥലം അറിയില്ല, അമ്പലത്തിൻ്റെ സ്ഥലം അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ആ ചേട്ടനോട് ചോദിച്ചു. അരങ്ങം അമ്പലം കഴിഞ്ഞിട്ടാട്ടോ ഇത്. ഇതായി കാണുന്നതാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ ഈ അമ്പലത്തിനെ പറ്റി. ഉത്സവമൊക്കെ നല്ല അടിപൊളിയാണെന്ന്. പക്ഷെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യേണ്ട സ്ഥലത്തെത്തി. SNDP യോഗത്തിൻ്റെ പരിപാടിയോടനുബന്ധിച്ചായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് പ്രോഗ്രാം. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിറങ്ങി. എവിടെ ചെന്നാലും പ്രോഗ്രാം ചെല്ലുന്നിടത്ത് ചെന്നൊരു ഒരുക്കം പതിവാണ് കേട്ടോ. അത് ഒന്നെങ്കിൽ ഒരു പൂകുത്തൽ അല്ലെങ്കിൽ ഒരു പിന്നുകുത്തൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അവർ 2 പേരും വണ്ടിയൊക്കെ മാറ്റിയിടാൻ വേണ്ടിയിട്ട് പോയേ. ഞങ്ങൾ ആ സമയം കൊണ്ട് അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ. ഹാളിൽ വെച്ചായിരുന്നേ പരിപാടി. ഞങ്ങൾ ചെന്ന സമയത്ത് ആൾ തീരെ കുറവായിരുന്നേ. കാരണം ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പം അവിടെ എത്തി കേട്ടോ. ആളുകളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളേ. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു ഭജന നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹാളായതുകൊണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ. ഞങ്ങളതുകൊണ്ട് ഫാനിൻ്റെ ചുവട്ടിലോട്ടൊക്കെ മാറിയിരുന്നേ. ഞങ്ങൾക്ക് മുന്നേ ഒരു മോളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നേ. ഇനി ഞങ്ങളുടെ ഡാൻസാണ്, വേറെ അധികം പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 2 ഡാൻസ് പ്രോഗ്രാമും പിന്നെ ഒരു ഗാനമേളയും ഭജനയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ നല്ല അടിപൊളിയായി കളിച്ചു കേട്ടോ. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുമോന്നേ. പക്ഷേ ഇല്ല, എന്തിനു പറയുന്നത്, ഞങ്ങളെക്കാളും നല്ല സൂപ്പറായിട്ട് എൻ്റെ മക്കൾ പെർഫോം ചെയ്തു കേട്ടോ. കാരണം വേറൊന്നുമല്ല, അവർ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുത്തതാണ്. എന്ത് രസമായിട്ടാണ് അവർ കളിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ദിവസം നല്ല സന്തോഷമായി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫാനിൻ്റെ ചോട്ടിൽ വന്നിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ ഹാളിലായതുകൊണ്ട്. കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം ഞങ്ങൾ കഴിക്കാൻ പോയേ. നല്ല ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. ഇനി നേരെ പോകണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ഗാനമേള ഇവിടെ നടക്കുന്നത്. പക്ഷേ ഗാനമേളയൊന്നും കാണാൻ ഞങ്ങൾ നിന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ വേഗം തന്നെ പോകുന്നേ. ഞങ്ങൾക്ക് അങ്ങ് എത്തണ്ടേ, നുച്ചാട് വരെ എത്തണ്ടേ. അതുമാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള റിയക്കുട്ടിക്ക് നാളെ എക്സാം ഉണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ വീട്ടിലെത്തണം. അതുകൊണ്ട് ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ പാടെ ഫുഡും കഴിച്ചിട്ടിങ്ങ് പോകുന്നു കേട്ടോ. ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ചത് പള്ളിയാണ്. ഇത് ആലക്കോട് പള്ളിയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് പള്ളീൻ്റെ ഫോട്ടോയൊക്കെ എടുത്തേ. പിന്നെ നമ്മൾ വന്ന വഴിക്ക് വണ്ടിയിൽ എണ്ണ അടിക്കാനൊക്കെ കയറി. അതിനുശേഷം പൂപ്പറമ്പ് എത്തിയപ്പം നിഷേച്ചിനെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിഷേച്ചിൻ്റെ വീട് പൂപ്പറമ്പാണ്. ഇത് നിഷേച്ചിൻ്റെ അമ്മയാണ്. അങ്ങനെ ഞങ്ങൾ നിഷേച്ചിനെയൊക്കെ വീട്ടിലാക്കിയ ശേഷം നേരെ ഉച്ചയാടേക്ക് വിട്ടു. മറ്റേ വണ്ടി മുന്നേ പോകുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ മുച്ചാട് എത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് നമ്മുടെ റിയക്കുട്ടീനെയും അവിടെ ഇറക്കിയായിരുന്നു കേട്ടോ. അവളുടെ അച്ഛൻ കൂട്ടാൻ വന്നായിരുന്നേ. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുന്നേ. പ്രത്യേകിച്ച് എൻ്റെ നിയക്കുട്ടിയോടും മണിക്കുട്ടിയോടും നല്ലോണം പെർഫോം ചെയ്തതിൽ അവരോട് ഒരുപാട് താങ്ക്സ് പറയുന്നേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.